ലീഗിനെ വിരട്ടിയ അഥവാ ഭീഷണിപ്പെടുത്തിയ ബി.ജെ.പി. നേതാവ് ടോർച്ച് സുരയ്ക്ക് വരെ അവസാനം മറുപടി പറയാൻ ഡിവൈഎഫ്ഐയെ ഉള്ളൂ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായിട്ടാണ് ലീഗ് മന്ത്രിമാർക്കും കോൺഗ്രസ് മന്ത്രിമാർക്കെല്ലാം ബി.ജെ.പി. നേതാവിന്റെ ശക്തമായ താക്കീത് പുറത്തു വന്നത്. ദൈവം സഹായിച്ച് ആ ഭീഷണി സ്വരം പുറത്തു വന്നിട്ട് ലീഗ് മന്ത്രിമാരോ കോൺഗ്രസ് മന്ത്രിമാരോ വച്ച നാവെടുത്തിട്ടില്ല. പിന്നെ പാണക്കാട് തങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയും വേണ്ട. യൂത്ത് ലീഗ് എവിടെ, MSF എവിടെ എന്നൊക്കെ മഷിയിട്ട് നോക്കിയിട്ടും കാണാനില്ല. ഓഗസ്റ്റ് 15-ന് ഈ കേരളത്തിൽ എവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തുന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വന്ദേ മാതരം ആദ്യാവസാനം പാടിയിട്ടില്ല എങ്കിൽ VD സതീശൻ സർക്കാർ വിവരമറിയുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി ഇവിടുത്തെ സതീശൻ സർക്കാരിന്, മുസ്ലിം ലീഗിന്റെ സർക്കാരിന് പക്ഷെ കേരളത്തിന്റെ മതേതരത്വത്തിന് നേരെ ഭീഷണിപ്പെടുത്തി സംഘിവൽക്കരണം നടത്താനുള്ള പരിശ്രമത്തിനെതിരെ ഡിവൈഎഫ്ഐ നേതാവ് നല്ല അന്തസ്സായിട്ട് മറുപടി പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷക്കാർക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംഘി പ്രതിരോധത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് നടന്നവരെയൊന്നും ഇപ്പോ കാണാനേയില്ല. എല്ലാരും അകാലത്തിൽ പൊലിഞ്ഞു പോയോ എന്ന സംശയം ഉടലെടുത്തിരിക്കുമ്പോൾ കേരളത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. അത് ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ശരി. ലീഗിന്റെ തീപ്പൊരികളുടെ നാവെല്ലാം ഇപ്പോൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സംഘപരിവാറിനെതിരെ കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടാതെ എന്തു പറഞ്ഞാലും വിനീതദാസന്മാരെ പോലെ മുട്ടുമടക്കി തൊഴുതു നിൽക്കുന്ന പോരാളികളെ കണ്ട് അതിന്റെ മുന്നിൽ പോയി കമന്നു കിടക്കുന്ന ഫാൻസുകാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചാൽ അതിന് ഉശിരുള്ള മറുപടി പറയണമെങ്കിൽ ഡിവൈഎഫ്ഐ ചെറുപ്പക്കാർ വേണം. അത് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. കേരളത്തിലെ പാണക്കാട് തങ്ങൾക്ക് വരെ ഇതുവരെ ഒരു നുള്ളു മണ്ണ് പുറത്തു വീഴാത്തത് ലീഗന്മാരെയോ കോൺഗ്രസ്സുകാരന്മാരെയോ MSFകാരെയോ കണ്ടിട്ടല്ല. അതെന്തുകൊണ്ടാണെന്ന് ആ ചെറുപ്പക്കാരൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ലീഗിന്റെ നേതാക്കൾക്ക്, യൂത്ത് ലീഗുകാർക്ക് ഒരുപക്ഷെ ടോർച്ച് സുര എന്ന് പറയുന്ന BJPയുടെ സംഘപരിവാരത്തിന്റെ നേതാവ് നടത്തിയിട്ടുള്ള തെറ്റായ പ്രചരണത്തെ തുറന്നു കാണിക്കാൻ ചിലപ്പോൾ ചില പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതികളുള്ളവരോടുകൂടി ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഡിവൈഎഫ്ഐ സംസാരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് കൂടിയാണ് ഡിവൈഎഫ്ഐ സംസാരിക്കുന്നത്. പാണക്കാട്ടെ തങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഡിവൈഎഫ്ഐ സംസാരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് മാത്രം അപരവൽക്കരിക്കപ്പെടേണ്ടി വരുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊരു പ്രത്യേക മതവിഭാഗത്തോട് പറയുന്ന സംഘപരിവാറിന്റെ നെറികേടിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരോട് ഞങ്ങൾ പറയുന്നു, സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ സംഘപരിവാരത്തിന് പിന്നിൽ അണിനിരക്കുന്ന കോൺഗ്രസിനെ വിശ്വസിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ നാട് ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ വന്ദേമാതരത്തിന്റെ പൂർണ്ണമായ വരികൾ ചൊല്ലണമെന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചപ്പോ അത് ഈ രാജ്യത്തെ AICCയുടെ ആസ്ഥാനത്ത് പൂർണ്ണമായും ആലപിച്ചവരുടെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ മുസ്ലിം ലീഗിന്റെ അണികൾ തീരുമാനിക്കണം. നേതൃത്വം അങ്ങനെ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം നേതൃത്വം എല്ലാ കാലത്തും അധികാരത്തിന്റെ അപ്പകഷ്ണത്തോടൊപ്പം പോയവരാണ്. ബാബരി മസ്ജിദിന്റെ തങ്കത്താഴിക കുടങ്ങൾ സംഘപരിവാരത്തിന്റെ കർസേവകർ ഒന്നാകെ അടർത്തി മാറ്റുമ്പോഴും അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി മാത്രം നിലകൊണ്ടവരാണ്. അതിനെ തള്ളിപ്പറയാതിരുന്നവരാണ്. അതിനോട് ചേർന്ന് നിന്നവരാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. എന്നാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ പറയുന്നു, ഈ സംഘപരിവാരം ഈ നാട്ടിലാകെ നടത്തുന്ന നെറികേടിനെതിരായി പോരാടാൻ, അവർക്കെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ ഈ നാടിന്റെ മതനിരപേക്ഷ മനസ്സാകെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാനാണ് സംഘപരിവാർ പറയുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരോട്, മുസ്ലിം നാമധാരികളോട്, അത്തരം പേരുകാരോട് പറയുന്നതാണ്, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ ആളുകളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയാൽ ആ പാകിസ്ഥാന്റെ തെരുവുകളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ ആ തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ പലരുടെയും പൂർവ്വ പിതാക്കൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായി, ബ്രിട്ടീഷുകാർക്കെതിരായി ഈ രാജ്യത്തിന്റെ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ് എന്ന് ചരിത്രം നമ്മളോട് പറയും. എന്നാൽ അതേ നിങ്ങൾ RSSന്റെ കേന്ദ്രീയ കാര്യാലയമായ നാഗ്പൂർ കാര്യാലയത്തിൽ വന്ന് അന്വേഷിച്ചാൽ ആ കാര്യാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ പോലും ഈ രാജ്യത്തിന്റെ
അവിടെ ജീവിക്കുന്നവരിൽ അതിനെ അംഗീകരിക്കുന്നവരുടെ പൂർവികരിൽ ഒരാൾ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സംഘപരിവാറുകാർ ഒരാൾ പോലും ബ്രിട്ടീഷുകാർക്കെതിരായി നിലകൊണ്ടിട്ടില്ല, ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്ന് ചരിത്രം നമ്മളോട് ബോധ്യപ്പെടുത്തും. ഇപ്പോ വീര സവർക്കറെ കുറിച്ച് പറയുന്നു, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നയാൾ ആരാണെന്ന ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് സവർക്കറാണെന്ന മറുപടി വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നു. ആ മറുപടിയുടെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി സവർക്കറെ അവരോധിക്കുക, അതുവഴി ചരിത്രത്തെ അപനിർമ്മിക്കുക എന്ന സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ പണ്ഡിറ്റ് പരമാനന്ദ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കടന്നത് എന്ന് ബോധ്യപ്പെടും. ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് രണ്ടായി മാറിയപ്പോ അതിന്റെ ആദ്യ CPIM ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന 9 മനുഷ്യരുണ്ട്. ആ 9 സഖാക്കൾ അന്നത്തെ പി സുന്ദരയും ബസവ പുന്നയെയും അതുപോലെ തന്നെ രാമമൂർത്തിയും BT രണദിവേയും EMS മേക്കേജിയും ഹരകിഷൻ സിംഗ് സുർജിത്തും ഉൾപ്പെടെയുള്ളവർ, ജ്യോതി ബാസുവും ഉൾപ്പെടെയുള്ള 9 പേർ, ആ 9 പേർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ആകെ ജയിലിൽ കിടന്നത് 64 വർഷമാണ് എന്ന് കാണാൻ കഴിയും. 64 വർഷത്തെ ജയിൽവാസം അനുഭവിച്ച മനുഷ്യരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിലെ 9 പേര് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഈ ഇടതുപക്ഷത്തെ CPIM-നെ സംഘപരിവാറിന്റെ കൂടെയാണ് ഞങ്ങളെന്ന് ഡീലെന്ന് ഉറപ്പിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രിയപ്പെട്ട ലീഗുകാരോടും കോൺഗ്രസുകാരോടും ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറുകാരാൽ 300-ലധികം സഖാക്കളെ രക്തസാക്ഷികളായി നഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ലീഗുകാരന് ഈ RSSന്റെ കൈകൊണ്ട് ഒരു ഈർക്കിൽ പ്രഹരമെങ്കിലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ലീഗുകാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെപ്പോലും അപരവൽക്കരിക്കാൻ വരുന്ന, നിങ്ങളെ തള്ളിപ്പറയുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും നിങ്ങൾ നിഷ്കാസനം ചെയ്യണമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന സംഘപരിവാറിനെതിരായിട്ടാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും ചൊല്ലുന്നത്, AICCയുടെ ആസ്ഥാനത്ത് ചൊല്ലുന്നത്, സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളുടെ എല്ലാം സഫലീകരണം നടത്തിക്കൊടുക്കുന്ന, ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരായി രാജ്യത്തെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് ഈ നാട് തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കേട്ടല്ലോ, ലീഗിൽ നിന്ന് പുറത്തു പോയ ദീൻ നിന്നാണ് പുറത്തു പോകുന്നത്. ദീനിനകത്ത് നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ പാദസേവകരായിട്ട് അല്ലെങ്കിൽ പാദത്തിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് സവർക്കറെ നാണിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ ലീഗ് മന്ത്രിമാർ ഇപ്പോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഈ നാടിന്റെ സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംഘപരിവാർ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അവിടെ പോലും ഉറക്കെ ഒരംശം പോലും ഇടർച്ചയില്ലാതെ മറുപടി പറയാൻ DYFI-ക്കാരേ ഉള്ളൂ. അതാണിപ്പോ DYFI പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീരാജ് വെള്ളിപ്പാടത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം ഒരു വാക്കുകൊണ്ട് പോലും തിരിച്ചു പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കുന്ന ലീഗിന്റെ തീപ്പൊരികളൊക്കെ എന്തൊരു നനഞ്ഞ പടക്കങ്ങളാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ഇവിടെ ആര് മാത്രമാണ് സംഘപരിവാറിനെതിരെ ഭയമില്ലാതെ ശബ്ദമുയർത്തുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കുന്നുണ്ടാകാം. എന്നിട്ടും ബോധ്യപ്പെടാത്തവരെ പടച്ചോൻ വിചാരിച്ചാലും ഇനി ബോധ്യപ്പെടുത്താൻ കഴിയില്ല തന്നെ.